എല്ലാവർക്കും ക്രോസ് മീഡിയ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. നമ്മുടെ അൻസാരി സുഹരി ആലപ്പുഴ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി ചില കാര്യങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഈ അടുത്തിടയ്ക്ക് വീണ്ടും അദ്ദേഹം ചെയ്ത ചില വീഡിയോസ് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു. രാഹുൽ ഈശ്വറിനെ മുസ്ലിമാക്കാൻ, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ ഇസ്ലാമിൻ്റെ പ്രചാരകനാക്കാൻ, മുസ്ലിമാക്കാനെന്ന് ഞാൻ പറയുന്നില്ല, രാഹുൽ അങ്ങനെ ആകത്തില്ല, എന്നാൽ ഇസ്ലാമിൻ്റെ പ്രചാരകനാക്കാൻ ബോധപൂർവമായൊരു ശ്രമം അൻസാരി സുഹരി ആലപ്പുഴ നടത്തുന്നുണ്ട്. രാഹുലിലൂടെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു അജണ്ടയായി തന്നെ അൻസാരി സുഹരി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇത് വേറൊരു കാര്യം, ഒരു മതേതര മുഖം അണിഞ്ഞുകൊണ്ട് എന്നുകൂടി പറഞ്ഞാൽ, ഞാനൊരു മറ്റുള്ളവരെ പോലെ, അക്ബറിനെ പോലെ, MM അക്ബറിനെ പോലെയോ അല്ലെങ്കിൽ മുഹമ്മദ് ഈസയെ പോലെയോ ഒന്നുമല്ല, മറിച്ച് ഞാനൊരു അല്പം ഒരു മതേതര ഭാവമുള്ളയാളാണ്. എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾ പരസ്പരം വിശ്വസിച്ചും അംഗീകരിച്ചും പോകണമെന്ന് ചിന്തിക്കുന്നയാളാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസം അവരവരുടെ ദൈവശാസ്ത്രം ബലികഴിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ പരസ്പര വിശ്വാസവും സ്നേഹവും ഒക്കെ അങ്ങനെ ആ നിലയിലൊരു സഹകരണം എല്ലാവർക്കും ഉണ്ടാകണമെന്നും, അപ്പോൾ തന്നെ ഇസ്ലാമാണ് ഏറ്റവും ശ്രേഷ്ഠം, എല്ലാവരും ഇസ്ലാമിലേക്ക് വരണമെന്നും പറയുന്ന ഒരു മതേതര മുസ്ലിമാണ് ശരിക്കും അൻസാരി സുഹരി. അക്ബറിനെ പോലെ കടുപ്പിച്ച് പറയുന്നില്ല, ഈസയെ പോലെ ആ നിലയിൽ ക്രൈസ്തവതയെ വല്ലാതെ വിമർശിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ ഹൈന്ദവതയെ വല്ലാതെ വിമർശിച്ച് പറയുന്നില്ല. മറിച്ച് അൻസാരി വേറൊരു രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. കേൾക്കുന്ന ആർക്കും ഇദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് തോന്നത്തക്ക നിലയിൽ ഞാനൊരു പരിധിവരെ, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഞാനൊരു ലിബറലാണ് എന്നൊരു ബോധ്യം ആളുകളിലേക്ക് കൊടുക്കത്തക്ക നിലയിലാണ് നമ്മുടെ അൻസാരി സുഹരി ആലപ്പുഴ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇസ്ലാമിൻ്റെ വലിയൊരു പ്രചരണം അദ്ദേഹം അതിലൂടെ നടത്തുന്നുണ്ട്. നമ്മുടെ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ വർഗീയവാദിയായിട്ട് എന്നെ കുറിച്ച് ചിന്തിക്കരുത്, ക്രൈസ്തവരായിട്ടുള്ള ആളുകളൊക്കെ പോയി അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റുകളൊക്കെ എടുത്തൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ കരുണയുള്ള മനുഷ്യനാണ്, വലിയ ദയയുള്ള മനുഷ്യനാണ്, അപ്പോൾ തന്നെ അദ്ദേഹത്തിന് എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നയാളാണ്. അങ്ങനെ ഒരു അക്ബറിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയോ ഒന്നും ഒരു ദാവാ പ്രവർത്തകനല്ല, ആ നിലയിലൊരു ദാവപ്രവർത്തകനാണ്, പക്ഷേ ആ നിലയിലൊരു ദാവപ്രവർത്തകനല്ല എന്നൊരു ബോധ്യത്തോടെയൊക്കെ ആളുകൾ, അങ്ങനെ ഒരു ചിന്തയോടെയൊക്കെ ആളുകൾ കമൻ്റ് ഇടുന്നൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. എന്നാൽ അൻസാരി സുഹരി ആരാണ്? എന്താണ് അൻസാരി സുഹരി സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അൻസാരി സുഹരി രാഹുൽ ഈശ്വറിനെ ആയിക്കോട്ടെ, മറ്റാരെങ്കിലും ആയിക്കോട്ടെ, അവരെല്ലാവരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇസ്ലാമാണ് ശരി, ഇസ്ലാമിലേക്ക് നിങ്ങൾ വരണം, ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അക്ബറും മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന ആ പരമത വിമർശനം വേറൊരു രീതിയിൽ, ക്രൈസ്തവതയെ വിമർശിക്കുന്നത്, ഹൈന്ദവതയെ വിമർശിക്കുന്നത്, അത് തെറ്റാണെന്ന് പറയുന്നത് വേറൊരു നിലയിൽ, ഒരു മതേതര ഭാവം മുന്നിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരോടും ഞാൻ സഹകരിക്കുന്നയാളാണ് എന്ന ഒരു ബോധ്യം ആളുകളിലേക്ക് കൊടുത്തുകൊണ്ട് തൻ്റെ ഇസ്ലാമിനെ ആളുകളിലേക്ക് എത്തിക്കാനൊരു ശ്രമമാണ് അൻസാരി സുഹരി നടത്തുന്നത്. വളരെ, ഞാൻ പറയും അതിനെ ഒരു ലോജിക്കലായിട്ട്, അല്ലെങ്കിൽ ഇസ്ലാം ലോജിക്കലാണെന്നല്ല, ആളുകളിലേക്ക് ഇസ്ലാമിനെ കൊടുക്കുന്നത് ഒരു ബുദ്ധിപരമായ നീക്കത്തിലൂടെ അദ്ദേഹം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സംവാദങ്ങൾക്കൊന്നും വരാത്ത, വിളിച്ചാലും വരാത്ത, ഒരിക്കലും വരാത്ത മുഹമ്മദ് ഈസയൊക്കെ പോയി അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഇദ്ദേഹം സുന്നിയാണ്. നമ്മുടെ അൻസാരി സുഹരി ആലപ്പുഴ സുന്നിയാണ്. നമ്മുടെ മുഹമ്മദ് ഈസ മുജാഹിദാണ്, മുജാഹിദുകാരുടെ കൂടെയാണ് മുഹമ്മദ് ഈസയുടെ പ്രവർത്തനം മുഴുവൻ. എന്നാൽ ഞാൻ സുന്നി മുജാഹിദ് ഒന്നും അല്ല, ആ നിലയിൽ ഞാൻ ഇസ്ലാമാണ് എന്നൊക്കെയാണ് ഈസ ചിലപ്പോൾ പറയാറ്. ഈസ വിടുന്നു, ഈസയ്ക്ക് വലിയ പ്രസക്തി ഇപ്പോഴില്ല. എന്നാൽ അൻസാരി സുഹരി പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ ദാവാ പ്രചരണം ശരിക്കും പറഞ്ഞാൽ അൻസാരിയാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അക്ബറൊക്കെ വളരെ പിന്നിലോട്ട് പോയി, ഈസയെ കാണാനില്ല, ബാലുശ്ശേരിയില്ല, അൻസാരി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ, ക്രൈസ്തവ ന്യായവാദം നടത്തുന്ന പലരും അൻസാരി പറയുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് മുഖവിലേക്ക് എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ അൻസാരി സൈലൻ്റായിട്ട് തൻ്റെ ദാവാ പ്രവർത്തനം വേറൊരു നിലയിൽ തുടരുകയാണ്. നമ്മളതിനെ അങ്ങനെ അങ്ങ് പൊക്കോളൊരു കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇസ്ലാം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്, ഇസ്ലാം പ്രചരിപ്പിക്കട്ടെ, എല്ലാവരും അങ്ങനെ പ്രചരിപ്പിക്കട്ടെ, അവരവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കട്ടെ. പക്ഷേ ഒരു മതേതര ഭാവത്തോടെ, ഞാൻ എല്ലാവരുടെയും സ്നേഹിതനാണെന്നുള്ളൊരു ഭാവത്തോടു കൂടെ, അപ്പോൾ തന്നെ ഇസ്ലാമാണ് ശരി, ഇസ്ലാമിലേക്ക് നിങ്ങൾ വരണം എന്നൊരു ചിന്ത ആളുകളിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പം നമ്മൾ കുറച്ച് കാര്യമായി തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. പിന്നെ ചിലർ കാര്യമായിട്ട് എടുക്കാത്തതിൻ്റെ കാരണം, ഇദ്ദേഹം ടെക്സ്റ്റുകളിലേക്ക് കയറുന്നില്ല. ഇപ്പോൾ ഒരു ക്രൈസ്തവ ഇസ്ലാം സംവാദത്തിന് ഇദ്ദേഹത്തെ വിളിച്ചാൽ, എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസവും ഇസ്ലാമിൻ്റെ ദൈവവിശ്വാസം സംബന്ധിച്ച് സംവാദത്തിന് വിളിച്ചാൽ അൻസാരി വരുന്നില്ല. ഖുറാൻ്റെ ദൈവികതയും ബൈബിളിൻ്റെ ആ ദൈവികതയും, അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ ധാർമ്മികതയും, ഇവരെപ്പോഴും വിമർശിക്കുന്ന പൗലോസ്ലിഹയുടെയൊക്കെ ധാർമ്മികതയും വെച്ചൊരു സംവാദത്തിനൊക്കെ വിളിച്ചാൽ അൻസാരി വരത്തില്ല. ആ നിലയിലല്ല അൻസാരി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരത്തില്ല, സംവാദത്തിന് വരത്തില്ല. അതിനൊരു പാങ്ങ് അൻസാരിക്കില്ല താനും.
അൻസാരി വരത്തില്ല. പക്ഷെ വേറൊരു നിലയിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ അല്പം ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. കാരണം അൻസാരി പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോയിൽ അൻസാരി പറയുന്നു, ചാരിറ്റി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് ചെയ്യുന്നത്. രോഗികളെ സഹായിക്കുന്നത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. സത്യമാണോ? ഏറ്റവും കൂടുതൽ ചാരിറ്റി സംഘടനകൾ എണ്ണിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളായിരിക്കും. മുസ്ലിങ്ങൾ ചാരിറ്റി ചെയ്യുന്നതും സഹായം കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ സഹായം കൊടുക്കുന്നതും അവരവരുടെ ആളുകൾക്ക് തന്നെയാണ് കൂടുതലും ഏറിയ പങ്കും മുസ്ലിം സമൂഹം. അങ്ങനെ സാമുദായികമായ ഒരു ഐക്യം അവർക്കുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ സമൂഹത്തിൽപ്പെട്ട ആളുകളെ ആ നിലയിൽ സഹായിക്കാനുള്ളൊരു ചിന്ത ആ നിലയിൽ കാണാറുണ്ട്. വലിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റുന്ന അത്രയും സഹായങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും അങ്ങനെ ഒരു ഐക്യം, സമുദായ ഐക്യം ചില സമയങ്ങളിൽ മറ്റ് സമുദായങ്ങളെക്കാൾ കൂടുതൽ അവിടെ കാണാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഈ ചാരിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അൻസാരി സുഹരി ഇങ്ങനെ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സഹായിക്കുന്നതും ആളുകളെ ചേർത്ത് പിടിക്കുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഒരു സഹായം ചെയ്യുന്നു എന്ന നിലയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നേരെ കാണിക്കുന്നില്ല, പക്ഷെ വേറൊരു നിലയിൽ നമുക്ക് മനസ്സിലാകത്തക്ക നിലയിൽ കാണിക്കുന്നുണ്ട്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ചാരിറ്റി ഒരു കരം കൊണ്ട് നമ്മൾ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ അറിയാതെ വേണം ചെയ്യാൻ, കൊടുക്കാൻ എന്നുള്ളതാണ്. ചാരിറ്റിയുടെ കണക്കെടുത്താൽ ക്രൈസ്തവർ ചെയ്യുന്ന ചാരിറ്റിയുടെ ഒരു ചെറിയ ശതമാനം പോലും മറ്റ് സമൂഹങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യുന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സഭകളിലൂടെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥകൾക്കെതിരെ ശക്തമായി പോരാടിയ ക്രിസ്ത്യൻ മിഷണറിമാർ ആ ജാതി വ്യവസ്ഥകൾക്ക് അതീതമായി ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ ചേർത്ത് പിടിച്ചതും അവരെ സഹായിച്ചതുമായിട്ടുള്ള അവരുടെ നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതൊന്നും വിസ്മരിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ അൻസാരി അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ ക്രൈസ്തവർ അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകളെയൊക്കെ തന്നെയാണ് കല്യാണം കഴിക്കാറുള്ളത്, അങ്ങനെ നടത്താൻ പാടുള്ളൂ. ഈ മുസ്ലിങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്, അതിൽ മുസ്ലിങ്ങളെ മാത്രം നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുമ്പോഴാണ് പ്രശ്നം, സഭകളിലുള്ളവർ പരസ്പരം കല്യാണം കഴിക്കത്തില്ലല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അൻസാരി സുഹരി ഇസ്ലാമിലുള്ള സുന്നികൾ മുജാഹിദുകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമോ? ജമാഅത്തെ ഇസ്ലാമികൾ സുന്നികൾ കല്യാണം കഴിച്ചു കൊടുക്കുമോ? പിന്നെ മുജാഹിദുകാരിൽ തന്നെയുള്ള പല വിഭാഗങ്ങളുണ്ട്, അവർ തമ്മിൽ കല്യാണം കഴിക്കുമോ? സുന്നികൾ ഷിയകളെ കല്യാണം കഴിക്കുമോ? ഇല്ലല്ലോ. ഇപ്പോൾ പെന്തക്കോസ്തുകാർ കത്തോലിക്കരെ കല്യാണം കഴിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല. വിശ്വാസപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പൊതുവായ സർക്കിളിൽ ക്രൈസ്തവരെന്ന ആ മൂല്യം പിന്തുടരുമ്പോൾ തന്നെ വിശ്വാസപരമായ വിയോജിപ്പുകൾ ഉള്ളതുകൊണ്ട്, അങ്ങനെ വിശ്വാസപരമായ വിയോജിപ്പുകൾ ഉള്ളവർ ഒന്നിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ തന്നെ അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിലുള്ള നമ്മുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ക്രൈസ്തവ വിശ്വാസിയാണ്. അല്ല, പക്ഷേ JD വാൻസ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അടിയുറച്ച കത്തോലിക്കനാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കത്തുള്ളൂ, അതൊരിക്കലും അവിടെ നടക്കത്തില്ല. അതുകൂടി അൻസാരി സുഹരി അറിഞ്ഞിരിക്കണം. ഇനി മതം വളർത്താൻ വേണ്ടി മറ്റ് സമൂഹത്തിൽപ്പെട്ട ആളുകളെ വിവാഹം കഴിക്കാൻ ബൈബിൾ പറയുന്നില്ല. ബൈബിൾ പറയുന്നത് ഒരേ വിശ്വാസം പിന്തുടരുന്ന ആളുകൾ തന്നെ പരസ്പരം വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ്. സത്യമാണ്, അങ്ങനെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ അല്ലാതെ ബൈബിൾ പറയുന്നുണ്ടോ? ഇല്ല. എന്നാൽ ക്രൈസ്തവത വളർത്താൻ വേണ്ടി മറ്റ് സമൂഹത്തിൽപ്പെട്ട ആളുകളെ വിവാഹം കഴിക്കണമെന്ന് ബൈബിൾ പറയുന്നുണ്ടോ? ബൈബിൾ പറയുന്നില്ല. ബൈബിൾ അങ്ങനെ പറയുന്നില്ല, ഒരു സ്ഥലത്തും പറയുന്നില്ല. എന്നാൽ ഇസ്ലാം പറയുന്നുണ്ടോ? ഇസ്ലാമിൻ്റെ ലക്ഷ്യം എന്താണ്? മറ്റ് സമൂഹത്തിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് കൊണ്ട്, അങ്ങനെ സന്തതികളുണ്ടാകുന്നത് കൊണ്ട് ഇസ്ലാമിൻ്റെ ലക്ഷ്യം എന്താ? ഇസ്ലാമിൻ്റെ ലക്ഷ്യം മതം വളർത്തുക എന്ന് തന്നെയാണ്, മതം വളരുക എന്ന് തന്നെയാണ്. ആ ഒരു നിർബന്ധ ഭാവമാണ് അവിടെ വരുന്നത്. ഒരു പുരുഷനും സ്ത്രീയും കല്യാണം കഴിക്കുമ്പോൾ അവരൊരുമിച്ച് ജീവിക്കുന്നു എന്നതിലുപരി, അവർ പുരുഷൻ്റെ മതം സ്ത്രീയോ സ്ത്രീയുടെ മതം പുരുഷനോ സ്വീകരിക്കുന്നു എന്നതിലുപരി ഇസ്ലാം പറയുന്നത്, ഇസ്ലാമിലേക്ക് ചേരുക എന്ന് പറയുന്നത് ഇസ്ലാം വളരണം എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ്. എന്നാൽ ക്രൈസ്തവത ഒരിക്കലും മതം വളർത്താൻ വേണ്ടി കല്യാണം കഴിക്കാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ഒരാൾ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള പുരുഷനെയോ സ്ത്രീയോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ക്രൈസ്തവതയെ വളർത്താൻ വേണ്ടിയാണെന്ന് എവിടെയും ബൈബിൾ പറയുന്നില്ല. എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നത് ഇസ്ലാമിനെ വളർത്താൻ വേണ്ടിയാണ് എന്നുള്ളത് തന്നെയാണ്. വിവാഹം കഴിക്കുന്നതിലൂടെ, സന്തതികൾ ഉണ്ടാകുന്നതിലൂടെ ഇസ്ലാമിൻ്റെ വളർച്ച ലക്ഷ്യമാക്കിയാണ് അങ്ങനെ മറ്റ് മതങ്ങളിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കേണ്ടത് എന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. അവിടെയാണ് ഈ വ്യത്യാസം വരുന്നത്. ലവ് ജിഹാദ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്താ? ലവ് ജിഹാദിന് ആധാരം എന്താണ് ലവ് ജിഹാദിന് ആധാരം? അത് ഇസ്ലാമിക പ്രമാണങ്ങൾ തന്നെയാണ്. എന്താണ് ലവ് ജിഹാദ്? പ്രണയം നടിച്ച് വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. പ്രണയം നടിച്ച് എന്തിനു വേണ്ടി? മതം മാറ്റാൻ വേണ്ടി. അങ്ങനെ മതം മാറി ആ നിലയിൽ സന്തതികളുണ്ടായി ഇസ്ലാമിനെ വളർത്തുക എന്നുള്ളതാണ്. ഇസ്ലാമിലേക്ക് മതം മാറി ISISലേക്ക് തീവ്രവാദികളായിട്ട് പോയ ഒരുപാട് ആളുകളുണ്ട്. ഈ അടുത്ത സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്ന ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ സ്റ്റിൽ ഇസ്ലാമിക വിശ്വാസം വിട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് കിട്ടിയ സംഭവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് മതം മാറി ISISൽ ചേർന്നു. ISISൽ ചേർന്നതിന് വേണ്ടിയാണ് ഇസ്ലാം വളർത്താൻ വേണ്ടി, ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി. അത് വലിയൊരു ലക്ഷ്യമാണ്. ഇസ്ലാമിലേക്ക് മതം മാറുന്ന എല്ലാവരുടെയും ആ നില, ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ലക്ഷ്യം എന്താണ്? ഇസ്ലാമിൻ്റെ വളർച്ചയാണ്.
അത് പ്രത്യുൽപാദനം കൊണ്ട് അല്ലാതെയും ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിലൂടെയുമാണ് ആ ലക്ഷ്യം. മുജാഹിദിലേക്കൊക്കെ മാറുന്നവർ അങ്ങനെയല്ല, ആശയ ആവിഷ്കാരമാണ് അല്ലെങ്കിൽ ആശയം കൊണ്ടാണ് ഞങ്ങൾ പറയുന്നതൊക്കെ പറയുന്നെങ്കിലും സുന്നി പണ്ഡിതന്മാർ തന്നെ പറയുന്നത് അങ്ങനെയല്ല. ഈ മുജാഹിദ് പ്രസ്ഥാനങ്ങളൊക്കെ ISIS-ലേക്കൊക്കെയുള്ള വഴിയാണെന്നുള്ളതാണ് പറയുന്നത്. ISIS-ലേക്ക് പലായനം ചെയ്യാൻ കാരണക്കാരായ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനങ്ങളെ എണ്ണി എണ്ണി പറയുകയാണ് ഈ സലഫി ഭീകരൻ. ഏതൊക്കെയാണ് ആ പ്രസ്ഥാനങ്ങൾ, ആരൊക്കെയാണ് അതിന്റെ നേതാക്കൾ, നമുക്കൊന്ന് നോക്കാം. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘത്തിലേക്ക് ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് വാതിൽ തുറന്നത് ജമാഅത്ത് സലഫിസമാണെന്ന് ഈ സന്ദേശത്തിൽ അബ്ദുൾ റാഷിദ് അബ്ദുല്ല പറയുന്നു. ഫസ്റ്റ് ചിലപ്പോൾ മടവൂരി ആയിരിക്കും, പിന്നെ KNM ആയിരിക്കും, പിന്നെ മനസ്സിലാവും കുറച്ചുകൂടി സത്യം, അപ്പോൾ വിശുദ്ധത്തിലേക്ക് പോകും, പിന്നെ വിശുദ്ധത്തിൽ നിന്ന് കുറച്ചുകൂടി സത്യം മനസ്സിലാവുമ്പോൾ ഇതിലേക്ക് പോകാം, ദമ്മാജിലേക്ക് പോകും, പിന്നെ എന്താണ് കുറച്ചും കൂടി അങ്ങനെ സ്റ്റെപ്പ് ആയിട്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് വരിക. ലിസ്റ്റിൽ ഒന്നാമതായുള്ളത് മടവൂർ വിഭാഗമാണ്, അഥവാ മർക്കസുദ്ദാവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KNM വിഭാഗം. രണ്ടാമത് KNM ആണ്, അതായത് CD ടവർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള നദുവത്തുൽ മുജാഹിദീനാണ്. മൂന്നാമതായി ലിസ്റ്റിലുള്ളത് വിസ്ഡം വിഭാഗമാണ്. ജിന്നവാദികൾ എന്നറിയപ്പെടുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തന്നെയാണുള്ളത്. ഈ ഭീകരവാദിയായ സലഫി അവതരിപ്പിച്ച ഈ പ്രസ്ഥാനങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ കാരണം നാളെ നമ്മുടെ മക്കളും ഈ മുജാഹിദ് വിഭാഗവുമായി ചേർന്ന് പ്രവർത്തിച്ച് IS പോലെയുള്ള ഭീകരവാദ തീവ്രവാദ സംഘടനകളിലേക്ക് ചേക്കേറാതിരിക്കാനാണ്. മുസ്ലിമീങ്ങളെ ജാഗ്രത. ആ വഴിയിലൂടെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്കാണ് എത്തുന്നത്. മുജാഹിദ് ഗ്രൂപ്പുകളൊക്കെ അതിൻ്റെ ചവിട്ടുപടികളാണെന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇദ്ദേഹം പറയുന്ന പല ഈ ബ്രിട്ടനെ കുറിച്ചൊക്കെ അൻസാരി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ബ്രിട്ടനൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ആ കാര്യം പരാമർശിച്ച് പോയതാണ്, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പല ക്രിസ്ത്യൻ രാജ്യങ്ങളും ക്രിസ്ത്യൻ രാജ്യങ്ങളിലെ പള്ളികൾ ബാറുകളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് അൻസാരി പറയുന്നത്. അങ്ങനല്ല എന്നുള്ള യഥാർത്ഥം നമുക്കറിയാം. പല രാജ്യങ്ങളിൽ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ മതം വിടുന്നവർ തന്നെ ഇസ്ലാമിലേക്കല്ല പോകുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? സൗദിയിലെ കിരീടാവകാശി പോലും ഹദീസിനെ ഏറെക്കുറെ മുഴുവനായിട്ട് തള്ളി. സൗദിയിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം ഇറാനിൽ എന്താ സംഭവിക്കുന്നതെന്ന്. ഇറാനിൽ 50,000-ലധികം മോസ്കുകൾ അടച്ചുപൂട്ടി 10 ലക്ഷത്തിലധികം ആളുകൾ ക്രൈസ്തവതയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇന്തോനേഷ്യ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം അല്ലാതാകാൻ പോവുകയാണ്. അതുപോലെ മറ്റു പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഇസ്ലാം തളരുകയാണ്. സ്പെയിനിൽ ഈ അടുത്ത കാലത്ത് ഞാനൊരു മൗലവിയുടെ പ്രസംഗം അങ്ങനെ കേട്ടു. മുസ്ലിം രാജ്യമായിരുന്ന സ്പെയിനിൽ അള്ളാഹുവിന്റെ പള്ളികൾ ബാറുകളായിട്ട് മാറിയെന്ന്. ഇസ്ലാമിക നാഗരികതയുടെ ഏറ്റവും വലിയ മകുടോദാഹരണമായിരുന്നു സ്പെയിന്. ഒരു കാര്യം ഞാൻ പറയാം, സ്പെയിന് അവിടെ അന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളികൾ, ഇന്ന് ആ സ്പെയിനിൽ എന്റെ സഹോദരങ്ങളെ ബാറുകളാണ്. അള്ളാന്റെ പള്ളികൾ എന്തായി? ബാറായി. അള്ളാന്റെ പള്ളികൾ സ്പെയിനിൽ ഇന്ന് ബാറുകളാണ്. അവിടുത്തെ അറബി കോളേജുകൾ, അവിടെ ബുഖാരിയും മുസ്ലിമും വിശുദ്ധ ഖുർആനും ഹദീസുകളും പഠിപ്പിച്ചിരുന്ന ആ പരിശുദ്ധമായ സ്പെയിനിലെ ഇസ്ലാമിക കലാലയങ്ങൾ ഇന്ന് അവിടുത്തെ മ്യൂസിയമാണ്. നിങ്ങൾക്കറിയോ, ഇന്നും അവിടെ ബുഖാരി പഠിപ്പിക്കുന്നുണ്ട്, ഇന്നും അവിടെ മുസ്ലിം പഠിപ്പിക്കുന്നുണ്ട്, ഇന്നും അവിടെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആരാ പഠിപ്പിക്കുന്നത്? ജൂതന്മാര്. ആരാ പഠിക്കുന്നത്? ജൂത കുട്ടികൾ. അൻസാരി ഉസ്താദ് കേൾക്കണം, ബ്രിട്ടനിൽ അങ്ങനെ പലതും ബാറുകളായിട്ട് മാറി ഈ മോസ്കുകളായിട്ടൊക്കെ മാറുന്നുണ്ടെങ്കിൽ സ്പെയിനിൽ മുസ്ലിം മോസ്കുകൾ ബാറുകളായിട്ട് മാറി എന്നുള്ളതാണ്. എന്നാൽ അവിടെ ഈ സ്പെയിനിൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, അത് പഠിപ്പിക്കുന്നത് മൊത്തം ജൂതന്മാരാണെന്നുള്ളതാണ് ഉസ്താദ് പറയുന്നത്. അവിടെയും ജൂതൻ്റെ തലയ്ക്ക് അത് കൊണ്ടുവച്ചു. പോട്ടെ. അപ്പോൾ അൻസാരി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രൈസ്തവത നിങ്ങൾ ചിന്തിക്കുന്നത് പോലല്ല. ക്രൈസ്തവതയുടെ ചരിത്രം നിങ്ങൾ കുറെ കൂടി പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മതേതര സ്വഭാവം എന്ന് പറഞ്ഞാൽ, മതേതര സ്വഭാവം എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ നിലയിൽ പറയുന്നില്ല, മതേതരനാണെന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. പക്ഷേ മതങ്ങൾക്ക് അതീതമായി ഞാനൊരു സ്നേഹം എനിക്കുണ്ട്, അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം എനിക്കുണ്ട്, അങ്ങനെ ചേർത്ത് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വ്യാജഭാവം, ഇസ്ലാമിലേക്കുള്ള മതപ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ വ്യാജഭാവം. എന്തിനങ്ങനെ നടിക്കുന്നത്? അദ്ദേഹം ഇസ്ലാം പ്രചരിപ്പിക്കുക, അതിൻ്റെ ഭാഗമായിട്ടുള്ള ചാരിറ്റി ചെയ്യട്ടെ, ആ നിലയിൽ ചെയ്യട്ടെ. അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല, വേറൊരു നിലയിലാണ്. എനിക്ക് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനായിട്ട് പറ്റും. എല്ലാവരും അവരവരുടെ വിശ്വാസം പുലർത്തി മുന്നോട്ട് പോകട്ടെ. എന്നാൽ ഇസ്ലാമാണ് ശരി, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരിക. ആ നിലയിലൊരു തന്ത്രപരമായൊരു പ്രചരണം നിങ്ങൾ അവസാനിപ്പിച്ച് അക്ബറിനെ പോലെയൊക്കെ നേർക്കുനേരെയുള്ള കാര്യങ്ങളിലേക്ക് വരണം. നേർക്കുനേരെ ഇസ്ലാം പ്രചരിപ്പിക്കണം. ഈ നിലയിൽ പറഞ്ഞു പോകാതെ ഒരു മതേതരനാണെന്ന് തോന്നിക്കത്തക്ക നിലയിൽ, അങ്ങനെ ഒരു ലിബറൽ മുസ്ലിമാണ്, മതേതരൻ എന്നതിലുപരി ലിബറൽ മുസ്ലിമാണെന്ന് തോന്നിക്കത്തക്ക നിലയിൽ, ആ വാക്കാണ് ശരി, ലിബറൽ മുസ്ലിം, അങ്ങനെ തോന്നിക്കത്തക്ക നിലയിൽ അങ്ങനെ വരുത്തി തീർക്കാതെ നിങ്ങൾ അക്ബറൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, വേറൊരു നിലയിൽ അങ്ങനെ തന്നെ പറയണം. നേരെ പറയുക. ഈ ഒരു തന്ത്രപരമായ സമീപനം സ്വീകരിക്കാതെ നേരെ ഇസ്ലാമിനെ കുറിച്ച് പറയുക. മറ്റുള്ള മതങ്ങൾ തെറ്റാണ്, അതിൻ്റെ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുക, സോഴ്സുകൾ എടുത്തുകൊണ്ട് സംസാരിക്കുക, ബൈബിൾ എടുത്തുകൊണ്ട് സംസാരിക്കുക, തെറ്റാണെന്ന് പറയും. യേശുക്രിസ്തു ദൈവമല്ല ആ നിലയിൽ അങ്ങനെ അക്ബറൊക്കെ പറയുന്ന പോലെ ബൈബിളിൽ നിന്ന് പറയാൻ ശ്രമിക്കുക. ക്രിസ്തീയ വിശ്വാസത്തെ ആ നിലയിൽ ചോദ്യം ചെയ്യും. അവിടെയല്ലേ ഒരു സംവാദത്തിന് സ്കോപ്പ് ഉണ്ടാകുകയുള്ളൂ. അൻസാരി ഈ നിലയിൽ പറഞ്ഞു പോയാൽ നിങ്ങൾ ഒരിക്കലും ഇതിന് വരത്തില്ലെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ വേറെ നിലയിൽ അങ്ങ് പറഞ്ഞു പോകത്തുള്ളൂ. അവരോടൊക്കെ സംവദിക്കാൻ എനിക്ക് എവിടെ സമയം എന്നൊരു ലൈനിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനല്ല ഉസ്താദെ, സംവദിക്കണം. നിങ്ങൾ ഇസ്ലാമാണ് ശരി, ഇസ്ലാമിലേക്ക് വരണമെന്നാണ് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ സംവാദത്തിനായിട്ട് ക്ഷണിക്കുന്നു, ക്രൈസ്തവ ഇസ്ലാം സംവാദത്തിനായിട്ട് ക്ഷണിക്കുന്നു. ക്രൈസ്തവ വിശ്വാസം സംബന്ധിച്ച്, ഇസ്ലാമിക വിശ്വാസം സംബന്ധിച്ച്
സംവാദത്തിനായിട്ട് അൻസാരി തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. അങ്ങനെ ഒരു സംവാദത്തിന് പാങ്ങുണ്ടെങ്കിൽ, സംവാദത്തിന് തയ്യാറാണെങ്കിൽ, പലരുടെയും സംവാദം കണ്ട് അതിൻ്റെ ക്ലിപ്പുകൾ എടുത്ത് നമുക്ക് പറഞ്ഞു നടന്നാൽ പോരല്ലോ, നമ്മളൊരു സംവാദം നടത്തണ്ടേ? അങ്ങനെ ഒരു നിങ്ങൾ ഇസ്ലാമിനെ ആ നിലയിൽ പ്രതിനിധീകരിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. അപ്പോൾ നമുക്കൊരു സംവാദം അനിവാര്യമാണ് ആ നിലയിൽ. അതിന് നിങ്ങൾ ഒരുക്കമാണോ? ക്രൈസ്തവരുമായിട്ടൊരു സംവാദത്തിന് അൻസാരി ഒരുക്കമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.